നമസ്കാരം പ്രിയമുള്ളവരെ, ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ ഏറ്റവും അവസാന റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ വരുന്ന വാർത്തകളിലൊന്ന് റഷ്യ ടുഡേ പത്രത്തിൻ്റെതാണ്. പത്രം പറയുന്നു, ഇറാൻ ഇസ്രായേലിന്റെ എല്ലാ ദൗർബല്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്, അത് പരിഹരിച്ച് ഇറാൻ മുന്നോട്ട് പോവുകയാണ്. ഇനിയൊരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഇറാൻ തിരിച്ചടിച്ചേക്കാവുന്ന സന്ദർഭമുണ്ടായിരിക്കും എന്ന് റഷ്യ ടുഡേ പത്രം റിപ്പോർട്ട് ചെയ്യുന്നതായി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ് പുറത്തുവിടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇറാൻ JC-10 യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ ചൈനയുടെ ഭാഗത്തു നിന്ന് വാങ്ങിക്കാനുള്ള തീരുമാനമായി മുന്നോട്ട് വരുന്നു. അതുമായി ബന്ധപ്പെട്ട കരാറിൽ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒപ്പിടും എന്ന വാർത്ത പുറത്തു വരികയാണ്. അതായത് ഇറാന് ഫൈറ്റർ ജെറ്റുകളുടെ വലിയ അഭാവമുണ്ട്. നേരത്തെയൊക്കെ ചർച്ച ചെയ്തിരുന്ന പോലെ ഇറാന്റെ കയ്യിൽ ഫൈറ്റർ ജെറ്റ് ഇല്ലാത്തതിന് കാരണമുണ്ട്. ഇറാൻ പതിറ്റാണ്ടുകളായി അന്തർദേശീയ ഉപരോധം നേരിടുന്ന ഒരു രാജ്യമാണ്. ഇറാന് ഈ ഫൈറ്റർ ജെറ്റുകൾ വാങ്ങിക്കുവാനുള്ള ഒരു മാർഗമില്ല. കാരണം ഒരു രാജ്യങ്ങൾ കൊടുക്കില്ല, അവർക്ക് ഉപരോധം ഉള്ളതുകൊണ്ട് തന്നെ. മാത്രമല്ല, ഇറാൻ ഉപയോഗിക്കുന്നത് 1979 അവിടെ ഇസ്ലാമിക വിപ്ലവം നടപ്പിലാക്കുന്നതിന് മുമ്പ് അമേരിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ MiG-29 മുതലായ യുദ്ധവിമാനങ്ങളാണ്. അത് അറ്റകുറ്റപ്പണിയൊക്കെ നടത്തിയാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ 12 ദിവസം നീണ്ടുന്ന യുദ്ധത്തിൽ ഇറാന് മനസ്സിലായിട്ടുണ്ട് തങ്ങളുടെ ഫൈറ്റർ ജെറ്റുകളുടെ ഒരു അഭാവം. അതിൽ മാത്രമാണ് ഇസ്രായേലിന് ഇറാന് മേലൊരു മേൽക്കോയ്മ നേടുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ JC-10 ഫൈറ്റർ ജെറ്റുകൾ ചൈനയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ്. അതായത് തങ്ങളുടെ ദൗർബല്യങ്ങൾ പരിഹരിച്ച് ഇറാൻ മുന്നോട്ട് പോകുന്നു, അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും എന്ന ഒരു നിഗമനമാണ് റഷ്യ ടുഡേ നടത്തുന്നത് എന്ന് ഈ അവസരത്തിൽ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഇറാന്റെ മേജർ റാസിയുടെ ഒരു അഭിമുഖം ഇറാനിലെ എല്ലാ ചാനലുകളും കാണിക്കുന്നുണ്ട്. ഇറാന്റെ ദേശീയ ടെലിവിഷനൊക്കെ കാണിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്നത് തങ്ങളുടെ കൈവശമുള്ള, അതായത് ഇറാന്റെ കൈവശമുള്ള ആയുധങ്ങളുടെ വെറും 5% മാത്രമാണ് ഇറാൻ ഉപയോഗിച്ചത്. ഇസ്രായേലിനെ പ്രഹരിക്കുവാൻ പറ്റിയ കൂടുതൽ ആയുധങ്ങൾ തങ്ങൾ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്നും ഈ 12 ദിവസത്തിൽ നീണ്ടുനിന്ന യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടില്ല. ഇനിയൊരു അവസരം വന്നാൽ, ഇസ്രായേൽ ഒരു അംഗത്തിന് വന്നാൽ ഇനി അത് ഉപയോഗിക്കുമെന്ന് മേജർ റാസിയുടെ ഒരു അവകാശവാദം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഇറാൻ തങ്ങളുടെ കരസേനയിലാണ് ഏറ്റവും അഭിമാനം കൊള്ളുന്നത്. വളരെ ശക്തമായ കരസേനയാണ് ഇറാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ആക്രമണം വന്നാൽ കരസേനയെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് തങ്ങളുടെ യുദ്ധ നടപടികൾ അല്ലെങ്കിൽ യുദ്ധതന്ത്രം മാറ്റും എന്ന രീതിയിലും മേജർ റാസിയുടെ പ്രസ്താവന ഉണ്ടാകുന്നു എന്നത് ഈ വലിയ ഒരു സംഘർഷ സാധ്യതയെ മുൻനിർത്തിയുള്ള സംഭവമായി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഹൂതികൾ അവരുടെ ആക്രമണം തുടരുന്നു എന്നാണ്. നേരത്തെ ഇറാൻ ഇസ്രായേൽ സംഘർഷം ഉണ്ടായിരുന്ന സമയത്ത് ആകെ ഒരു പ്രാവശ്യം മാത്രമാണ് ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെ ആക്രമിച്ചത്. ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഹൂതികൾ നിരന്തരം ഇസ്രായേലിനെ ആക്രമിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. 3 ഡ്രോണുകളും 1 മിസൈലുകളും ഉപയോഗിച്ച് ഇന്നലെ ഇസ്രായേലിലേക്ക് ആക്രമണം ഹൂതികൾ നടത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബെൻഗുരിയൻ എയർപോർട്ട് തങ്ങൾ ആക്രമിച്ചതായി യഹിയ സാരി, ഹൂതികളുടെ വക്താവ്, അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെടുന്നു. ടെൽ അവീവ്, അഷ്കലോൻ, ഏലറ്റ് എന്നീ 3 സ്ഥലങ്ങൾ ലക്ഷ്യമായിട്ടാണ് ഇപ്പോൾ ഹൂതികളുടെ ആക്രമണം നടക്കുന്നതെന്ന റിപ്പോർട്ടുണ്ട്. പ്രത്യേകിച്ചും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഇഗാറ്റ്സ് പറയുന്നത് ഇറാന്റെ നിർദ്ദേശപ്രകാരമാണ് ഹൂതികൾ ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഹൂതികളുടെ കരം ഛേദിക്കും. കരം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ ഇറാനെ ആയിരിക്കാം. കരം ഛേദിക്കും എന്ന ഒരു പ്രസ്താവന, വിവാദ പ്രസ്താവന ഇസ്രായേലി പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അപ്പോൾ എന്തായാലും ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ ഒരു നിശബ്ദ തലം മാത്രമാണ് ഇപ്പോൾ അവസാനിച്ചിട്ടുള്ളത്. അവരുടെ സംഘർഷ സാധ്യതകൾ നിലവിലുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളുടെ ഒക്കെ ചർച്ച. എന്തായാലും പരസ്പരമുള്ള വാഗ്വാദങ്ങളും അവകാശവാദങ്ങളുമായി ഇറാനും ഇസ്രായേലും മുന്നോട്ട് പോവുകയാണ്. സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ വാങ്ങുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.